നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. ജൂൺ 30 തിങ്കളാഴ്ചയാണ് പഞ്ചമിതിഥി വരുന്നത്. പൂജ വഴിപാട് എന്നിവയ്ക്ക് പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂൺ 29 ഞായറാഴ്ച രാത്രി 7 മണിയോടുകൂടെയാണ്. അതിനുശേഷം വരുന്ന പേരുകൾ എടുക്കാനൊക്കത്തില്ല. നമ്മുടെ വീഡിയോ തുടർച്ചയായി കാണുന്നവർക്ക് ഇതിന്റെ പ്രൊസീജിയേഴ്സ് അറിയാം. എങ്ങനെ പേരുകൾ കൊടുക്കണം, പഞ്ചമിതിഥി പൂജ വഴിപാട് എന്നിവ ചെയ്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ പറ്റി. എന്നാൽ ആദ്യമായി കാണുന്നവർക്ക് ഞങ്ങൾക്കും പേരുകൾ കൊടുക്കണം, അങ്ങനെ ഉണ്ട് എങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക. അപ്പോൾ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഓൾ ഇൻഫർമേഷൻസും വന്നു ചേരുന്നതാണ്. ആദ്യം എല്ലാം അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കോളുക. വീണ്ടും പക്ഷം നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ വാട്സപ്പ് നമ്പറിലേക്ക് റൈറ്റ് ചെയ്ത് ഇട്ടോളുക. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യുക. ഇന്ന് ആഷാഢ നവരാത്രി ഫസ്റ്റ് ഡേ, പ്രഥമ. ഇന്ന് അമ്മയ്ക്ക് പൂജ ചെയ്ത് വ്രതമെടുത്ത് നമ്മൾ എന്ത് വേണ്ടുതൽ വച്ചാലും അമ്മ അത് സന്തോഷത്തോടുകൂടി നടത്തിത്തരും. ഇന്ന് ചെയ്യേണ്ട ഒരു വഴിപാടും മന്ത്രവുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. വൈകുന്നേര സമയങ്ങളിൽ മാത്രമേ പൂജ ചെയ്യാവൂ. അതാണ് നവരാത്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് 6:45 PM മേലെ നിങ്ങൾ പൂജ ചെയ്തോളുക. അത്രയ്ക്കും പവർഫുൾ ആയ ഒന്നാണ് ആഷാഢ നവരാത്രി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ലാസ്റ്റ് വരേക്കും കണ്ടാലേ ഡൗട്ട് വരാതിരിക്കുള്ളൂ. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇന്നത്തെ ഫസ്റ്റ് ഡേയിൽ ചെയ്യേണ്ട പരിഹാരത്തിന് ആവശ്യമായ പൊരുൾകൾ എന്തെല്ലാം, ഇത് നമ്മൾ ഏത് നേരത്തിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് വന്നിട്ട് ഒരു ദീപ വഴിപാടാണ്. ഫസ്റ്റ് ദീപം ഏത് സമയത്ത് വെക്കണമെന്ന് പറയാം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. രാത്രി 7 മണിക്ക് മേലെ 11:30 ഉള്ളിൽ നിങ്ങളിത് വച്ചോളുക. കുറഞ്ഞത് 1 മണി നേരം വിളക്ക് അണയാതെ കത്തിക്കൊണ്ടേയിരിക്കണം. അതായത് 1 അവർ വിളക്ക് കത്തിയിട്ടേ ഇരിക്കണമെന്ന്. നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടി ചെയ്യുന്നുവോ അത് കൃത്യമായിട്ടും നടന്ന് കിട്ടിയിരിക്കും. പല പേരുടെ ലൈഫ് മാറ്റിമറിച്ച ഒരു വഴിപാടാണിത്. എന്ത് കരുതി നിങ്ങൾ ദീപം വച്ചാലും ആ കാര്യം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടന്നു കിട്ടും. ഇനി എന്ത് ദീപമാണ് വെക്കേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് വന്നിട്ട് 11 ദീപം വയ്ക്കണം, 11. ആ 11 ദീപവും വാഴയിലയിലാണ് വയ്ക്കേണ്ടത്. ഒരു തുമ്പുലയോ അല്ലെങ്കിൽ അല്ലാത്ത ഒരു വാഴയില കടയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കൊള്ളുക. ഒരേ ഒരു വാഴയില വാങ്ങിച്ചാലും മതി. എന്നിട്ട് 11 മൺവിളക്ക് വേണം. ഇപ്പോൾ മൺവിളക്ക് വന്നിട്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത വിളക്കായാലും കഴുകി തുടച്ച് എടുത്തോളുക, ഒന്നും പ്രശ്നമില്ല. അതല്ല പുതിയത് വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഒരു 11 വിളക്ക് വാങ്ങിച്ചോളുക. അപ്പോൾ 11 മൺവിളക്ക്
എടുത്തു വെച്ചുല്ലോ. ഇനി ഈ 11 മൺവിളക്കിനുള്ളിലും തേങ്ങ എണ്ണ, അതായത് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത്. സോ ഈ 11 മൺവിളക്കിനും വെള്ള കളറിലുള്ള 11 തിരിയിടുക. ദെൻ അതിലിടേണ്ട മുഖ്യമായ ഒരു പൊരുൾ എന്തെന്നാല് പെരിഞ്ജീരകമാണ്. നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നില്ലയോ പെരിഞ്ജീരകം. ഈ പെരിഞ്ജീരകം വന്നിട്ട് ഓരോ വിളക്കിനും 11 എണ്ണം എന്ന കണക്കിന് എടുത്തോളുക. ഈ ഓരോ മൺവിളക്കിലും 11 പെരിഞ്ജീരകം വച്ച് ഇടണം. നല്ല തെളിവായിട്ടാണ് പറയുന്നത്, നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. എന്നിട്ട് തേങ്ങാ എണ്ണയും ഒഴിച്ച് ദീപം വച്ചോളുക. ഇങ്ങനെയാണ് ദീപം വയ്ക്കേണ്ടത്. ഇത് വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മുന്നേ ചെയ്യേണ്ട മഹാദീപം. ഈ ആഷാഢ നവരാത്രി സമയത്ത് നമ്മൾ അമ്മയ്ക്ക് മുന്നേ എന്ത് വഴിപാട് ചെയ്താലും, അത് എന്ത് വിഷയമായിരുന്നാലും പവർഫുൾ ആയിട്ട് വർക്കൗട്ട് ആകും. ഇൻമേൽ ബലം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? കൈയുടെ വെള്ളയിൽ കൊണ്ടുവന്ന് അമ്മ ബലം വെച്ച് തരും. ഈ ദിവസം നിങ്ങൾ വിടാതെ ചെയ്തോളുക. ഈ വിളക്ക് വയ്ക്കുമ്പോൾ നിങ്ങൾ ഒരു മന്ത്രവും കൂടെ ചൊല്ലണം. ഇത് ചെയ്യുന്ന ദിവസത്തിലിരുന്ന് നിങ്ങൾ എന്ത് കാര്യം മനസ്സിൽ കരുതി ചെയ്യുന്നുവോ ആ വിഷയത്തിനുണ്ടാകുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ടാകും. ഇത് എത്രയോ പേർക്ക് നന്മ കൊടുത്തിരിക്കുന്നത്. ഈ വഴിപാട് എന്നത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കിക്കൊള്ളുക. ഒരു നല്ല വാഴയില വാങ്ങി 11 മൺവിളക്ക് വെച്ച് അതിനുള്ളിൽ തേങ്ങാ എണ്ണ ഒഴിച്ച് ഓരോ വിളക്കിലും 11 പെരിഞ്ജീരകം ഇട്ട് വെള്ളത്തിരിയിട്ട് ദീപം കത്തിക്കണം. കൂടെ അമ്മയുടെ ഈ മന്ത്രവും ചൊല്ലണം. മന്ത്രം ഇതാണ്: ഓം പഞ്ചമി ദേവിയേ നമോ നമഃ. ഓം പഞ്ചമി ദേവിയേ നമോ നമഃ. ഓം പഞ്ചമി ദേവിയേ നമോ നമഃ. ഇത് വന്നിട്ട് 108 തവണയാണ് മന്ത്രം ചൊല്ലേണ്ടത്. മെയിൻ വിഷയം എന്താച്ചാല് ഇത് ടൈമിനുള്ളിൽ തന്നെ ചെയ്യണം. അതായത് 1 അവർ നേരം, ആ 1 അവറിൽ നിങ്ങൾക്ക് ദീപം അണയാതെ നിങ്ങൾ സൂക്ഷിച്ചോളുക. അതാണ് മെയിൻ തിങ് എന്ന് പറയുന്നത്. സോ ഇത് മറക്കാതിരിക്കുക. 1 അവർ നിങ്ങൾ ദീപം അണയാതെ ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ന് നിങ്ങൾ വഴിപാട് ചെയ്തോളുക. ദെൻ നിങ്ങൾക്ക് 1 അവർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പൂ വെച്ചിട്ട് വിളക്ക് അണയ്ക്കാവുന്നതാണ്. അതല്ല, അത് കത്തണമെങ്കിൽ 1 അവറിന് മേലെയും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ഒന്നും പ്രശ്നമില്ല. എന്നാൽ 1 അവർ എന്നത് തീർച്ചയായിട്ടും വച്ചോളുക. ഈ സമയത്ത് നിങ്ങൾ മനസാലെ വരാഹിയമ്മയുടെ മുന്നേ ചെയ്യുന്ന ഈ വഴിപാട്, അത് നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അമ്മ അത് നേടിത്തന്നിരിക്കും. ഒരു ചില വിഷയങ്ങൾക്ക് ഒരു ചില ശക്തി ഇരിക്കുന്നുണ്ട്, നേരവും കാലവും എന്നത്. സോ നന്നായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം യൂസ് ചെയ്തോളുക. മറക്കാതെ ദീപത്തെ വിശ്വാസത്തോടെ നിങ്ങൾ വച്ചോളുക. ഇനി അതിന് ചെയ്യാമോ, ഇതിന് ചെയ്യാമോ, ആ കാര്യം നടക്കുമോ എന്നൊന്നും നിങ്ങൾ ഡൗട്ട് വേണ്ട. ഈ ദീപം വന്നിട്ട് എല്ലാ വിഷയത്തിനും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. നമ്മുടെ എല്ലാ പ്രശ്നത്തിനും ധാരാളമായിട്ട് പരിഹാരം വരാഹിയമ്മ ഉണ്ടാക്കിത്തരും. വിശ്വാസത്തോടെ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി വേറൊന്ന് എന്താച്ചാല്, നിങ്ങളുടെ പ്രോബ്ലം ശരിയാവും എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവണം. ഓരോ സ്റ്റെപ്പിലും ആ വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ട് എടുത്തു വെച്ച് പൊയ്ക്കോളുക. തീർച്ചയായും നല്ല ഒരു ബലം നിങ്ങൾക്ക് കിട്ടും. ഇനി വിളക്ക് അണഞ്ഞ ശേഷം ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. വിളക്ക് അണഞ്ഞ ശേഷം അതിൽ
എണ്ണ ബാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ എണ്ണ ഒരു കുപ്പിയിലോ മറ്റോ ഒഴിച്ച് വെച്ചോളുക. അടുത്ത പരിഹാരം ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. വാഴയില നന്നായിരിക്കുന്നത് ഉണ്ടെങ്കിൽ അത് മാട്ടിന് കൊടുത്തോളുക. അതല്ല അതിൽ എണ്ണ കൊട്ടിയിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വേസ്റ്റിൽ കളഞ്ഞോളുക. ഇനി മാടും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ വേസ്റ്റിൽ കളഞ്ഞോളുക. വേറൊന്നിന് ഡൗട്ട് വരും, വാഴയില മേതെ അരിയോ മറ്റോ ഇടണോ എന്ന്. നിങ്ങൾ ഒന്നും വയ്ക്കണ്ട. വാഴയില വെച്ചിട്ട് നിങ്ങൾ 4 മൂലയിലും 4 കോർണർ ഉണ്ടല്ലോ, മഞ്ഞളും കുങ്കുമവും വെച്ച് പൊട്ടു തൊടിയിച്ചിട്ട് നിങ്ങൾ ഈ 11 വിളക്കും വച്ചോളുക. വേറെ ഏതും നിങ്ങൾ വയ്ക്കണ്ട. ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും. കല്യാണം നടക്കാൻ താമസിച്ചവർക്ക് കല്യാണം നടക്കും. സന്താന സൗഭാഗ്യം, വിദേശത്ത് ജോലി, നമ്മളിൽ നിന്ന് പണം വാങ്ങിയിട്ട് തിരിച്ചു തരാതെ നിൽക്കുന്നവര് നമുക്ക് മനസ്സ് മാറി പണം കൊണ്ടുവന്ന് തിരിച്ചു തരാൻ, ഏത് കാര്യത്തിനും വരാഹി അമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങളിത് ചെയ്തോളുക. കൂടെ മന്ത്രവും ചൊല്ലണം, അത് മറക്കണ്ട. പിന്നെ വേറൊരു കാര്യം, ഇത് നിങ്ങൾക്ക് ഇന്നത്തടുത്ത് ഇന്ന് വിട്ടുപോയി ഈ വീഡിയോ പിന്നെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ദിവസം ചെയ്തോളുക. എല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഇരുന്നാൽ അത് കമന്റിൽ ചോദിച്ചോളുക. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളുടെ ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മാത്രമല്ല ഒരു ലൈക്കും കൂടെ തരാമോ? ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.